ഗൈസ് എല്ലാവർക്കും വി ടോക്സിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് റോ വിഎസ് കുക്ക് എന്നാണ് ചാലഞ്ചിന്റെ പേര്. എന്തായിരിക്കും എന്തായിരിക്കും കുക്ക് ചെയ്ത് കഴിക്കണം. അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സാധനം കുക്ക് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറ. പക്ഷെ കുക്ക് ചെയ്യാത്ത സാധനം ഉണ്ടാവും. അതിനാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. റോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യാത്തൊരു ഫുഡ് ഉണ്ടാവും, പിന്നെ കുക്കിഡ് നിലയിൽ കുക്ക് ചെയ്തൊരു ഫുഡ് ഉണ്ടാവും. കുക്ക് ചെയ്തത് കഴിക്കണം, രണ്ടുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഇത് നമ്മുടെ ചാലഞ്ചിൽ ഇന്നത്തെ ചാലഞ്ച് ടീമായിട്ടൊന്നല്ല മത്സരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത്. ടീമായിട്ട് കളിക്കായിരുന്നു. രണ്ടുപേര് വെച്ച് കളിക്കും, പക്ഷെ ടീമല്ല. ഓക്കെ, എല്ലാരും സോളോ തന്നെ ആയിരിക്കും. ഇല്ല അങ്ങനെ ടീം ആവണ്ട കേട്ടോ. ടീമായ അടിപൊളിയായിരിക്കും. വേണ്ട. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതില് ഞാൻ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതില് ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് തുറന്നു നോക്കിയാൽ ഇതിലൊരു ഫുഡ് ആയിട്ട് ഉണ്ടാവും. ഇതിന്റെ കുക്കഡ് ഉണ്ടാവും, കുക്ക് ചെയ്യാത്ത സാധനം ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേര് വെച്ചിട്ടാണ് മത്സരിക്കുക. അപ്പൊ ആദ്യം ആരാണ് മത്സരിക്കാണ് രണ്ടുപേര് വരുന്നത്? നിന്റെ ടീമൊന്നുമില്ല. ഓക്കെ, നീ ഫസ്റ്റ് മത്സരിക്കുന്നത്. അത് പറയാം. ടീമല്ല നമ്മൾ ജയിക്കുന്നത്. ടീമല്ല. നീ ഇറങ്ങണോ ഫസ്റ്റ്? ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടില് വാസ്കോയും അതുപോലെ തന്നെ കൊമ്പനും ആണ് ഇറങ്ങുന്നത്. ഓക്കെ, സോ അതിന് മുന്നായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫുഡ് എടുത്തു, ഇത് തുറന്നു നോക്കിയിട്ട് ഇതിന്റെ ഒരു സംഭവം ഉണ്ടാവും, ഒരു ഫുഡ് ഐറ്റം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇതില് കൊമ്പൻ റോ ആണോ അതോ കുക്കഡ് ആണോ കഴിക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളൊരു ചെറിയൊരു ഗെയിം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ഗെയിം കളിച്ച് വിൻ ചെയ്യുന്ന ആളായിരിക്കും കുക്കഡ് കഴിക്കാൻ അവസരം കിട്ടുക. അപ്പൊ ആ ഒരു ചെറിയ ചാലഞ്ചിൽ ജയിച്ചില്ലെങ്കിൽ റോ ആയിട്ട് തിന്നേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ? കേൾക്കേണ്ടി വരും. ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് ഇതില്. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ചെറിയ ചാലഞ്ച് തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമ്പൻ ആൻഡ് വാസ്കോ ശ്രദ്ധിച്ചോ, കുറച്ച് പേപ്പർ ഗ്ലാസ് നിങ്ങൾക്ക് തരും. ഇത് ഇങ്ങനെ ത്രികോണ രീതിയിൽ അടുക്കി വെക്കണം. ഫസ്റ്റ് ആരാണ് അടുക്കി വെക്കുന്നത് അവർക്ക് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാം. അല്ല, അതൊന്നും വേണ്ട, അടുക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതെ ഗൈസ്, അപ്പൊ നമ്മുടെ ഗ്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊമ്പനും വാസ്കോയും റെഡി ആണോടാ? 3, 2, 1. വാസ്കോ സ്പീഡ് ആവട്ടെ. അല്ല, കൊമ്പൻ. ഞാൻ കൊമ്പൻ വേലല്ലേ. വെച്ച ആൾക്ക് കുക്കഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അവന് വീണിട്ടു. എനിക്കിത് കളിക്കാറുണ്ടോ? ഞാൻ അറിയില്ല കൊമ്പനെ ജയിക്കുള്ളൂ. ഇങ്ങനെ പാമ്പൊക്കെ ഉണ്ടോ? പാമ്പ് പൊരിച്ചത്, പാമ്പ് വറുത്തത്. കൊമ്പന് വീണതായിരുന്നു. എന്നിട്ട് ഇവിടെ ചാൻസ് കിട്ടിയിട്ട് പക്ഷെ വാസ്കോ കിട്ടിയില്ല. എന്നിട്ടും പോയി. എന്തോ ഭാഗ്യക്കേട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് ആയിട്ട് എടുക്കാം. എന്തായാലും ജയിച്ച ആളെന്നെ എടുത്തോട്ടെ. ഗൈസ്, ലൈം എടുത്തോ ഉപ്പേരും തരാവോ? നാരങ്ങയുടെ കൂടെ ഉപ്പ ഇപ്പൊ തരാം. പിന്നെ വെള്ളം കൂടി പിഴിഞ്ഞായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മളൊരു നാരങ്ങ ഉണ്ടാവും. നാരങ്ങ ആർക്കാന്ന് അറിയാലോ, നമ്മുടെ വാസ്കോക്കെ ആയിരിക്കും. പിന്നെ നാരങ്ങ കുക്ക് ചെയ്താലും പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ലൈമ് ഇവിടെ കൊമ്പനും. ഓഫ്, എനിക്ക് വയ്യ. ഗൈസ്, അപ്പൊ ഇവിടെ നാരങ്ങ ഉണ്ട്, അതുപോലെ തന്നെ ലൈമും ഉണ്ട്. ഗൈസ്, ഇത് ചെറിയ സാധനമാണ്. ഇനി വലിയ വലിയ സാധനങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. അത് ശരി, നല്ല ചൂടല്ലേ? ചുമ്മാ ചോദിച്ച വാക്കോ, ചുമ്മാ ചോദിച്ച. ഞാൻ കൊമ്പനെ സപ്പോർട്ട് ചെയ്തിട്ടാ കൊമ്പ. അത് അതിന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു തിരിയെങ്കിലും തന്നില്ലെങ്കിൽ നീ തിന്നും. കഴിക്കണ്ടേ? ഡെക്കറേഷൻ അത് തിന്നണം. നമ്മള് തിന്നും അത് ഇതൊന്നും മീനാ? എന്റെ അളിയൻ എന്നെ വേണ്ട കട്ട് ചെയ്ത് പിഴിഞ്ഞ് വെള്ളാക്കി തരാൻ ഒറ്റടിക്ക് തിന്നണേ. പുറത്തേക്ക് ഉപ്പുന്ന എടാ, ആ തിന്നണ സാധനം പുറത്തേക്ക് തുപ്പി. ഇനിയിപ്പോ തൊലിയാണ് നമ്മളെ. എന്തൊരു തേങ്ങ. ഓ, ഫുള്ള് സക്ക് ചെയ്തെടുക്കടാ. തൊട്ടേക്കാൻ ഇച്ചിരി ഉപ്പും കുറച്ച് മുളക് പൊടിയും തരട്ടെ. ഭാഗ്യമുണ്ട്, കൊമ്പന് ഭാഗ്യമുണ്ട് കേട്ടോ.
അയ്യോ രസമുണ്ടാ നാരങ്ങ ആ കഴിച്ചു നോക്ക് ഗൈസ് എന്തായാലും അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടില് ഇവിടെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോകാലോ അല്ലെ? അപ്പൊ അടുത്തത് ഏക്കയും അതുപോലെ തന്നെ വക്രി ആയിരിക്കും ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നത്. അല്ല ഇത് മസാജൊക്കെ ചെയ്ത് കൊടുക്കട്ടെ ആശാരങ്ങള്. അതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. മേത്തോടരുത്. ഇവിടെ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ റൗണ്ടിൽ പോവാം. അപ്പൊ ഇവർക്ക് ചാലഞ്ച് സെയിം തന്നെയാണ് ഗൈസ്. ഓക്കെ, ഗ്ലാസ് തന്നെയാണ്, ഗ്ലാസ് പിരമിഡ് ആണ് ഉണ്ടാക്കേണ്ടത്. റെഡിയാണോ? റെഡി 3, 2, 1. ചേർത്ത് വെക്കി. അയ്യോ ഇത് ആരും അല്ല ഇത് 6 വെച്ചിട്ട് ജയിച്ചത് നമ്മുടെ ഏക്കയാണ് ഗൈസ്. അപ്പൊ ഏക്കനെ എടുക്കുക, തുറക്കുക. എന്തായാലും ഏക്കയ്ക്ക് കുക്കഡ് ആണ് കഴിക്കേണ്ടത്, അതുകൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല. നമ്മുടെ ചോളകം കോണാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നല്ല കിടിലായിട്ട് കുക്ക് ചെയ്ത കോണും കുക്ക് ചെയ്യാത്ത കോണുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ കുക്ക് ചെയ്യാത്ത കോൺ അവിടെ ഉണ്ട് നമ്മുടെ വക്രിക്ക്. അതുപോലെ തന്നെ കുക്ക് ചെയ്ത കിടിലായിട്ട് നല്ല മസാലയും നല്ല മുളക് പൊടിയും ഉപ്പും നല്ല നാരങ്ങ. എന്റെ പൊന്നോ അത് വെയിറ്റ് സമയമുണ്ട്. കഴിച്ചിട്ട് പോടാ ചോളകം അടിപൊളിയല്ലെന്നോ നോക്കട്ടെ നോക്കണ്ട. അവന് രണ്ടെണ്ണം മിസ്സാക്കി താഴെ നല്ല സ്മെല്ലുണ്ടല്ലേ. അത് അവിടുന്ന് ഇതൊന്നല്ല, നിങ്ങൾ എന്ത് പ്രേക്ഷകരാണ് ഇച്ചിരി ഉപ്പും മുളകും കൊടുത്ത പാവത്തിന്. എന്നിട്ട് വേണം ഇവിടെ അടിണ്ടാവാൻ. ഞാൻ പറയും കൊടുക്കരുത്. ഓ അങ്ങനെ ഇവരൊന്നും കൊടുക്കുകയും ചെയ്യരുത്. താഴത്തോട്ട് കളിക്കല്ലേ അടിച്ച് പല്ല് ഇച്ചിരി താഴേക്ക്. ഇവിടെ ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്താൽ കമന്റ് വരും. ഫുഡ് ഷെയർ ചെയ്ത കമന്റ് വരും. ഫുള്ള് തിന്നോണം. അതുകൊണ്ട് മതിയായിട്ട് അവിടെ വെച്ചേര്. ഫ്രീ ആണോ? അല്ല ബിസി ആയിരുന്നു. കൊടഞ്ഞോട് ഗൈസ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടില് നമ്മുടെ വീണ്ടും കൊമ്പനും അതുപോലെ തന്നെ വാസ്കു തിരിച്ചെത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഗൈസ് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ചെറിയ ചാലഞ്ച് എന്ന് പറയുന്നത് ബോട്ടിൽ ഫ്ലിപ്പ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ അതിന് രണ്ടുപേർക്ക് നമ്മൾ ബോട്ടിൽ കൊടുക്കുന്നതായിരിക്കും, കുറച്ച് വാട്ടർ ഇട്ടുള്ള. സെറ്റ് അല്ലേ? 3, 2, 1. എടാ വാസ്കോ ദിവസം സൺഡേ കണ്ടക ഞായറാഴ്ച മതിഞ്ഞു വീഴില്ല. രാത്രി വീഴില്ല. എടുത്തെടുത്തോ. പപ്പടം സൂപ്പർ. പപ്പടം പപ്പടം എടാ, പപ്പടം പൊരിക്കാത്ത പപ്പടം തിന്നണം. കുറച്ച് ഇപ്പൊ കുറച്ച് കഴിച്ചാൽ പിന്നെ വാസ്കോ കുറച്ചേ കഴിക്കൂ പറയാനുണ്ടോ? എന്റെ വക്രിയായി നീ കുറച്ച് കഴിച്ചാലേ, നീ ഒരു നുള്ളു കഴിച്ചാൽ മതി. നീ മണത്തിട്ടോടെ വെച്ചോ. നുള്ളു ബാക്കി വെച്ചാൽ മതി. ബാക്കി കഴിച്ചാ പോരെ. ഞാൻ വലിയ എന്തൊക്കെയാ പ്രതീക്ഷിച്ചു. എക്സ്ചേഞ്ച് ആണോ? പപ്പടം പച്ച കുറച്ച് വലുതാ. എന്നാലും അന്ന് കഴിച്ചോ. ഞാൻ ഇതുവരെ ചൂടാത്ത കഴിച്ചിട്ട് കണ്ടില്ല. കഴിച്ചു നോക്കി. അല്ല പെട്രോൾ. അയ്യോ അതുകൊണ്ട് ഞാൻ ചെറിയ വശം കഴിച്ചിട്ടുണ്ട്. വാഷ്റൂം ഇല്ലാതെ ജീവിക്കാം. ഗൈസ് അപ്പോ അടുത്തത് നമ്മുടെ AK ടോക്കും അതുപോലെ തന്നെ നമ്മുടെ വക്രിയാണ്. ടെക്നിക്ക് പറഞ്ഞാകുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ അറിയാം. ഓക്കെ ഗൈസ് അപ്പോ 3, 2, 1. കൊമ്പൻ ട്രിക്കാണ്. പെട്ടെന്ന്
ഐശ്വര്യമായിട്ട് ജയിച്ച ആളെ എടുക്കുക. ബനാന. പഴം ഇവിടെ തിന്നതാണ് കഴിച്ചൊക്കെ പച്ച പഴം, പിന്നെ ഇത് പുഴുങ്ങിയതും ഫുൾ പച്ച കേട്ടോ. അത് പഴമല്ലടാ ഇത്. കായ പച്ചക്കായ. കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. പറ്റൂ. അയ്യോ അയ്യോ എന്നാ കഴിച്ചോ. ഇടത് പഴുത്തിട്ടുണ്ടല്ലോ. നഖകൊണ്ട് കളയല്ലേ? അത് അങ്ങനെ എല്ലോടെ കഴിക്കണം. എല്ലോടെ കഴിക്കണോ? തൊലിയാടാ. ഈ തൊലി ചെത്തി എടുക്കടാ കൈ കൊണ്ട്. അങ്ങനെ വിറ്റാമിൻ ആയിട്ട് സെറ്റ് ഉണ്ട്. എനിക്കതൊന്നും ഇഷ്ടമല്ല. പ്രോട്ടീൻസ് ഒന്നും ഇഷ്ടമല്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത് വീണ്ടും നമ്മുടെ കൊമ്പൻ ആൻഡ് വാസ്കോ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ചെറിയ ചാലഞ്ച് എന്ന് പറയുന്നത് 2 ആൾക്ക് നമ്മൾ ഓരോ ബലൂൺ കൊടുക്കും. എന്നിട്ട് ഊതി 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 ആദ്യം പൊട്ടിക്കുന്നു, അവര് ജയിക്കും. ഊതി വീർപ്പിച്ച് പൊട്ടിക്കണം. അത്രേ ഉള്ളൂ. 3, 2, 1. ബലൂൺ പൊട്ടുന്ന സൗണ്ട് പണ്ടേ പോയടെ കണ്ണുക്ക് തെറിക്കണോ? നിന്റെ കാറ്റ് പോയി പോയി. നീ എന്തിനാ ഈ സൈഡ് ഇതെന്ത് നിന്റെ ശക്തി അതിന്റെ പകുതി, നിന്റെ ഒരു 25% ഉപയോഗിച്ചാൽ മതി ഒരു ബലൂൺ പൊട്ടിക്കാൻ. നീ ഒരു ഊതലിനെ പൊട്ടിത്തരാം. ഊതി കാറ്റ് പുറത്തോട്ട് വന്നു. അത് ഓട്ടണ്ടായിരുന്നു. പിടിച്ചില്ല ഞാൻ ഇങ്ങനെ പിടിച്ചാൽ മറന്നുപോയി. ഊതിയായിട്ടൊക്കെ തിരിച്ച് വായിലോട്ടാണ് വന്നത്. ഗൈസ്, അപ്പൊ എന്തായാലും ജയിച്ചത് നമ്മുടെ കൊമ്പനാണ്. അപ്പൊ കൊമ്പ അല്ല ഐശ്വര്യമായിട്ട് സാധനം നൂഡിൽസ്. ഓ ഗൈസ്, നൂഡിൽസ് ആണ്. ഭാഗ്യം എന്റെ ഉച്ചയിലുണ്ട്. എന്താണ്? നൂഡിൽസ് ആണ്. നൂഡിൽസ് തിന്നാൻ പറ്റും, വലിയ കുമ്മൊന്നും ഉണ്ടാവില്ല. ഗൈസ്, അപ്പോൾ ഇതവിടെ ഫ്രഷ് നൂഡിൽസ് ഉണ്ട്, പൊട്ടിക്കാത്ത പാക്കറ്റ് ഏതാ നൂഡിൽസ് ഉണ്ട്. എന്നാ പിന്നെ തുടങ്ങിക്കോട്ടെ. ഇതെന്താ? ഓ ഇവിടെ കുക്കിംഗ് തുടങ്ങിയേ. ഗൈസ്, നൂഡിൽസ് എങ്ങനെയും തിന്നാം. ഇവിടെ തിന്നല് കാണുമ്പോൾ ടേസ്റ്റ് ഉള്ള കുറച്ച് കഴിച്ചോട്ടെ. എന്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഡിസ്റ്റർബ് ഇത് മിച്ചർ മാറി നിൽക്കുമല്ലോ. ഇത് വൺ ടേസ്റ്റ്. അയ്യോ അയ്യോ, ഒരുത്തനോടെ കുക്ക് ചെയ്ത് ന്യൂ ഐറ്റം അൺലോക്ക്ഡ്. നീയൊരു ഷെഫ് തന്നെ. നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഗൈസ് കൊള്ളാം ഏറ്റവും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ റൗണ്ടില് AK ആൻഡ് വക്രിയോട് റെഡിയാണ്, അതുപോലെ തന്നെ അവർക്കുള്ള ബലൂൺ റെഡിയാണ്. അപ്പൊ എന്തായാലും തുടങ്ങിയാലോ, പെട്ടെന്ന് തുടങ്ങാല്ലേ. 3, 2, 1. കൂടുതൽ വീർപ്പിന് സത്യമായിട്ടും ഇതെന്തിലെത്തിയത്? നമ്മുടെ ജയിച്ചത് നമ്മുടെ വക്രിയാണ്. വക്രി എടുത്തു. നല്ലൊരു സാധനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളൂ. ചെമ്മീനാണ്, നമ്മുടെ ചെമ്മീനാണ് അടുത്ത ഐറ്റം. അയ്യോ, ചെമ്മീനൊന്നും ഞാൻ കഴിക്കൂലേ. നല്ല കിഡില്ല ചെമ്മീൻ. ഏറ്റവും ഇഷ്ടപ്പെട്ടു. തലക്ക് നിന്റെ അവിടെ എന്റെ മോനെ വാസ്കൊണ്ടാക്കി കൊടുത്ത റോസ്റ്റാണ്. അല്ലല്ല, ഇത് ഇത് കണ്ടപ്പോ അന്ന് വാസ്കൊണ്ടാക്കിയല്ലോ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ അറിയുന്ന ആളുണ്ടാക്കിയതാ. എനിക്ക് ഇങ്ങനെ കഴിക്കണ്ട. നമ്മളെ എല്ലാ കണ്ണുകളും തിന്നണത് കാണണ്ട്. അടേ ആ മറ്റേ ചെറുനാരങ്ങ ഒന്ന് തരോടെ. ഇല്ല ഇല്ല, അതെങ്കിലും ഒന്ന് താട. ഇതല്ലാണ്ട് ഉപ്പ് ജീവൻ മണക്കാണ്ട് കഴിച്ചാ മതി. കഴിക്കാ പെട്ടെന്ന്. നമ്മളൊക്കെ ബിയർ ഗ്രിൽസിന്റെ ഫാനാ. ആണോ? എന്ത് ഗ്രിൽസ്?
അത് വായിലിട്ടോ. ഇതെന്താ വായല് പിന്നെ ആ വായ വിളിക്ക് ഇറക്കിയാ ഞാൻ പിന്നെ ബാക്കി ആരും തന്നു ശരി വായിലിട്ടോ. ചവച്ചോണ്ടിരിക്കുന്നവിടെ ആ ചെമ്മീന് അവന്റെ നിനക്കാണോ വേണ്ടി അവന്റെ ചെമ്മീൻ തിന്നത് ബൈ ഒരു കാര്യം പറയട്ടാ ഒന്ന് വാ പറഞ്ഞേ 3, പറ. 2, 1 ഒറ്റടി ഫുൾ ഇട്ടോ. A few moments later. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിലെ ചാലഞ്ച് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു നൂലിന്റെ സാധനം ഉണ്ട് എൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഇവർ രണ്ടുപേർക്ക് ഞാൻ ഓരോ സൂചി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് സൂചിയിൽ നൂല് കുറക്കണ പരിപാടിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൂചി എടുക്കാൻ കിട്ടില്ല സമയമായിട്ടില്ല അവിടെ വെക്കി ഗൈസ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ 3, 2, 1 ഒരെണ്ണെങ്കിലും ജയിക്കൂ വാസ്കോ, ഒരെണ്ണമെങ്കിലും ജയിക്കൂ. എടാ അവന്റെ സൂചി പോയിടാ. ദേ. അങ്ങനെയാണ് അവിടെ വക്രയുടെ ബലൂണ് മറന്നു പോയില്ലേ ഗൈസ്. അപ്പോ എന്തായാലും വാസ്കോ ഇവിടെ ഇട്ടിട്ടുണ്ട്. കൊമ്പനെ നല്ല ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കാൻ നോക്കിയപ്പോ താഴെ വീട് പോയി ഗൈസ്. ഒക്കെ എടുത്തിട്ടുണ്ട്. ഉറക്കെ വായിക്കണേ എന്താ എഗ് ഞാൻ പച്ചോണ്ടിരിക്കാണല്ലോ. എഗ്ഗാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വാസ്കോക്ക് പുഴുങ്ങിയ മുട്ടയും കൊമ്പന് പച്ച മുട്ടയാണ് ഗൈസ് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെ തിന്നോ കുടിക്കോ എനിക്ക് അറിയില്ല. നോക്കാം ഗൈസ്. അപ്പൊ പക്ഷെ കഴിക്കൂ കുടിക്കൂ എന്താ പൊട്ടിക്കണ്ടേ? ഒന്നും പൊട്ടിക്കാൻ പിന്നെ തുളുമ്പി അയ്യേ പകുതി ഇറക്കിയായിരുന്നു കേട്ടോ. പകുതിയെ തുപ്പി കളഞ്ഞത് അതെന്താ മഞ്ഞ വേണ്ടേ? ഡയറ്റാ നീയോ എന്നിട്ട് വാക്കുവാക്കുന്ന കേട്ടുന്നുണ്ട്. ഞാൻ കഴിച്ചില്ല ഡയറ്റിന്റെ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോ രണ്ടുപേർക്കുള്ള നൂൽ ആൻഡ് സൂചന കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഒരു കിട ഫ്രഷ് സാധനമാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. 3, 2, 1 എവിടെ എനിക്കറിയില്ല. കയ്യൊക്കെ വറുത്തിട്ട് അതായിരിക്കും എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് വേണ്ട. നീ എടുത്തോ. തുറന്നു നോക്കാം പറയും എന്തുവാ ഗൈസ്. അപ്പൊ ചിക്കൻ ആണ്. ചിക്കൻ ലെഗ് പീസ്. ഓക്കെ, അതായത് ചിക്കൻ ഫ്രൈയാ. ചിക്കന്റെ ലെഗ് ഫ്രൈ ചെയ്തതും അതിന്റെ അതുപോലെ തന്നെ ഫ്രൈ ആത്ത ഫ്രഷ് കഴുകിയിരുന്ന നമ്മുടെ ഒരു ചിക്കന്റെ ലെഗും ഗൈസ്. അപ്പൊ നമ്മുടെ ചിക്കൻ ഉണ്ട് ഇവിടെ. നല്ല ഫ്രഷ് ഐറ്റം തന്നെയാണ്. ഇവിടെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. എന്നാ തുടങ്ങിക്കോ, ഒന്നും നോക്കണ്ട. അല്ല എന്തായാലും ആർക്കേക്കുവാ എടുത്ത് കഴിച്ചേ. അത് പിച്ച് കഴിക്കാനൊന്നും പറ്റൂല. അങ്ങനെ ഞാൻ കഴിച്ചോളൂ. പറ്റും. എല്ലാ ചാലഞ്ചിലും ടഫ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്ത് മാസ് കാണിക്കുന്നത് നമ്മുടെ കൂടുതൽ ആകെ നമ്മുടെ വക്രി മാത്രമേ ഉള്ളൂ. ഓക്കെ, എടാ പിച്ചാന്ന് കഴിക്കുക. അങ്ങനെ ഒറ്റയ്ക്ക് തിന്നാതെ ഒറ്റയ്ക്ക് തിന്നുവാണെങ്കിൽ നൈസ് ആയിരിക്കും. അയ്യോ അതെന്തോ ഇത്രക്ക് പ്രശ്നമുണ്ടോ? കടിച്ചു ഒരു പ്രശ്നമില്ല. സൂപ്പറാ മണത്തോക്ക്. ഇനി സോസ് കൂട്ടി കഴിച്ചോ, കുറച്ചുകൂടി നൈസ് ആയിരിക്കും. നീ ഇരിക്കി വന്നാലും നിൽക്കാതെ ഇരിക്കി. നീ എന്തിനാ വീഡിയോ കഴിക്കുന്നത്? കഴിച്ചോട്ടെ, അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. നിൽക്കുവാണോ? നിൽക്കുവാണെങ്കിൽ വിളിച്ചു വന്നോ, കൊമ്പ കഴിക്കും. നീ മണത്തോക്ക് ഓളം മണത്തോക്കിയാ ചുമ്മാ ഇല്ല, സീരിയസ്ലി ഇല്ല. നീ ബേജാറാവല്ലേ? എന്ത് മതിയായാ? പോകാൻ ഒരു കാര്യം കൂടെ അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എൻഡ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? ചിക്കൻ നല്ല
എന്താണ് ഞാൻ പറയണ്ട എന്താണോ കേട്ടില്ല നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു guys. ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീണ്ടും ഒരു കിടിലൻ ചാലഞ്ച് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ടാറ്റാ.